ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് എന്താണ് മുതലേ പരിപാടി? ആൾക്കാർ വിചാരിക്കും ഇവര് ഷോപ്പിംഗ് ചെയ്ത് തീർന്നില്ലേ പുല്ല്, ഇത് എത്ര നാളായത് തുടങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ ഇന്ന് അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പാലുകാച്ചിന്, കുറച്ച് ദിവസം കേട്ടോ. അപ്പം പക്ഷെ എന്നിട്ട് പോലും സംഭവങ്ങളൊന്നും തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു എനിക്ക് തോന്നുന്നു പാലുകാച്ചിന് ടെൻഷൻ ഉണ്ട് ഗൈസ്. പാലുകാച്ചിന്റെ പാതിരാത്രി വരെ ഫുള്ള് ക്ലീൻ ചെയ്യാനുള്ള പണികളുണ്ട് കേട്ടോ. കാരണം അന്നേ തീരത്തുള്ളൂ. നിങ്ങൾ നോക്കിയോ, പാലുകാച്ചിന്റെ തലേ ദിവസം ഭയങ്കര വൃത്തിയാക്കുന്ന പരിപാടിയായിരിക്കും. എനിക്ക് ചുമ. ഞാൻ ഇതിനിടയ്ക്ക് മൃദുല വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. താഴെ നമുക്ക് സീലിങ്ങിൻ്റെ വർക്ക് നടന്നുപോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളായതുകൊണ്ട് മൃദുലയും കുഞ്ഞ് നേരെ തെമ്മലേക്ക് പോയി. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. അതിനിടയ്ക്ക് എനിക്ക് പനി. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് അവിടെ ഒരു 3-4 മണിക്കൂർ അവിടെ കിടന്ന് ഭയങ്കര ചുമയായിരുന്നു കേട്ടോ. ചുമയും ബോഡി പെയിനും പനിയുമായിരുന്നു. ഈ പനി ആരാണ് ഒരാളാണ് ഈ പനി കൊണ്ടുവരണം? സത്യം പറയല്ലേ, എവിടെയെങ്കിലും കിടക്കുന്ന പനി പിടിച്ചോണ്ട് വന്നിട്ട് മറ്റുള്ളവനെ കൊടുത്തിട്ട് അവളെ കാട്ടി പനി എനിക്ക് നൂലേട്ടിന് മുന്നേ തുടങ്ങിയത് എനിക്ക് എവിടെ നെട്ടിയതാണെന്നറിയാൻ വയ്യ. അപ്പൊ ഗൈസ് ഇന്ന് അല്ലയോ നമ്മൾ പറഞ്ഞു വേറെ കഥകളായിട്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഗാർഡനിങ്. അതെ, മൃദുല പറഞ്ഞ കണക്ക് നമ്മള് പ്ലാസ്റ്റിക് ചെടിയൊന്നും നമ്മൾ വാങ്ങത്തില്ല. നമ്മൾ ഒറിജിനൽ പ്ലാന്റ് നമ്മൾ ഇവിടെ ഒരു വനമാക്കാൻ പോവാ. നിങ്ങൾ നോക്കിയോ, നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് അടുത്ത് കുറച്ച് ഏരിയ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രതിഷ്ഠ, ഒരു ബുദ്ധന്റെ പ്രതിഷ്ഠ വേണ്ട. ഈ ബുദ്ധൻ ഭയങ്കര പീസ്ഫുൾ ആണ്. കാണുമ്പോ തന്നെ സൂപ്പർ. അല്ലെങ്കിൽ വേണ്ട, ബുദ്ധ നമുക്ക് പിന്നെ വെക്കാം, അല്ലെങ്കിൽ ചെറിയ ബുദ്ധൻ വെക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് അങ്ങ് ചെടിയൊക്കെ വെച്ച് നല്ല ഇവിടെ വന്ന് ഇരിക്കുമ്പോഴേ ഒരു വീട് തോന്നണം അല്ലേ വെറുതെ. അപ്പോൾ ഇവിടെ ഫുള്ള് നമുക്ക് ഗാർഡൻ ചെയ്യണം കേട്ടോ. അപ്പം അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ കയറി വരുന്നതിൻ്റെ ആ സൈഡിലും കുറച്ച് പോർഷനുണ്ട് നമുക്ക് ചെടി വെക്കാനായിട്ട്. വീടിൻ്റെ ചുറ്റും ചെടി വെക്കാനായിട്ട് ഈ വീട് ബിൽഡ് ചെയ്തപ്പം അവർ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്. അതെന്തായാലും വളരെ ഉപകാരമായിട്ടുണ്ട്. കാരണം വീടിൻ്റെ ചുറ്റും ചെടിയൊക്കെ ഉണ്ടെങ്കിലേ ഒരു വീടാവത്തുള്ളൂ അല്ലേ? ചെടിയൊക്കെ വേണം, ഒരു ഹരിതാപം പച്ചപ്പും അല്ലേ വേണം. പ്രത്യേകിച്ച് നമ്മൾ അടുക്കള ഭാഗത്ത് എന്തെങ്കിലും കൃഷി നടും. ഈ തക്കാളി അങ്ങനത്തെ സാധനങ്ങളെ, പച്ചമുളക് കേട്ടിട്ടുണ്ട്. കട്ട് ചെയ്ത് വെക്കും കേട്ടാ. വീട് പാലത്തിൽ 2 മാസം കഴിഞ്ഞ് ഒന്നുകൂടി ഇടുവേ. ഇപ്പൊ ഇതിന് ഇവിടെ പച്ചക്കറി ഇനി വാങ്ങണ്ട കേട്ടോ. പച്ചക്കറി നമുക്ക് ഇനി പുറത്തൊക്കെ വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു കിറ്റ് പച്ചക്കറി തന്നെ മുതൽ ഉണ്ടാക്കും. ഇല്ല, വലുതായിട്ടില്ല, ചെറുപ്പം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും പച്ചമുളക്, നമ്മള് പ്ലാസ്റ്റിക് വാങ്ങുന്നുണ്ട് വളരെ കുറച്ച് വീടിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച്. പിന്നെ അതുപോലെ മെയിൻ്റെനൻസ് കുറഞ്ഞ ഞാൻ ചെടിയെ കുറിച്ച് കുറച്ചൊക്കെ നോക്കി കേട്ടോ യൂട്യൂബിലൊക്കെ. ലെറ്റ്സ് ഗോ ഗൈസ്, നേരെ നമുക്ക് ചെടി വാങ്ങാൻ വേണ്ടി പോവാം. തട്ടുമ്പോഴുള്ള അവന്റെ മുഖം കാണാൻ ഭയങ്കര രസമാട്ടാ. എന്താണ് അവന്റെ അമ്മച്ചീനെ ചെയ്യുന്ന? പക്ഷേ ഭയങ്കര ബലം പിടിപ്പില്ല. മറ്റേത് ഇരിക്കുവായിരുന്നേ, ഇരിക്കത്തില്ല, തലമുത്തിക്കൊണ്ട് പോകും. അവന്റെ ഏറ്റവും ക്യൂട്ട് ഫേസ് ഇതാ. ഇങ്ങനെ തട്ടുമ്പോ നോക്ക് ക്യാമറയിലേ നോക്കുന്നത്. പോടാ അമ്മച്ചു അടിക്കണോടാ, അടി കൊള്ളണം നിനക്ക്. നീ ഗ്യാസ് വിട്. ശ്രദ്ധിക്കുന്നു. നീ ഗ്യാസ് വിടണം, മനസ്സിലായില്ലേ? ഗ്യാസ് വിടണം നീ, എന്നാലേ പറ്റത്തുള്ളൂ. നീ ശരിയാവത്തില്ലേ? നീ കരച്ചിലാണ് രാത്രി, എന്നെ നമ്മളെ ഉറക്കണില്ല. നീ മനസ്സിലാവുന്നില്ല നീ നമ്മളെ കഷ്ടപ്പാടുകള്. നിന്ന് നമുക്ക് പോണ്ടേ, ഇന്ന് നമുക്ക് പോയി ചെടിയൊക്കെ വാങ്ങണ്ടേ? വീട് പാലാച്ചണ്ടേ നമുക്ക്. അപ്പൊ നീ ഒന്ന് സഹകരിക്കണം. സഹകരിക്കാന്ന്. ഇന്നാണ് ആ വെച്ച് ക്യാമറയിൽ നോക്കിക്കോട്ടിരിക്കണം. നമുക്ക് രൂക്ഷണം ചെറയണുണ്ട്. നമ്മള് നോക്കുന്നെങ്കിൽ ചെറഞ്ഞേ നോക്കത്തുള്ളൂ, അല്ലാണ്ടൊന്നും നോക്കത്തില്ല ഗൈസ്. അപ്പൊ നമ്മള് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ചെക്കന് ഫീഡും ചെയ്തിട്ട് ഇപ്പൊ ഇറങ്ങാം കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പൊ എവിടെ പോയാലും വേണ്ട ഇതിനൊക്കെ ഒരു കവർ കയ്യിൽ വേണം കേട്ടോ. ഡൈപ്പർ. അവന് ഇത്ര ലഗേജ് ഉണ്ട്. ഈ ലഗേജിന്റെ അത്ര പോലും ഇല്ല അവൻ, പക്ഷെ അവന് ഇത്ര ലഗേജ് ഉണ്ട്. കയ്യും കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. പോവാം മൃദുലേ, പോവാം ഗൈസ്. ഇപ്പൊ നമ്മുടെ സീലിംഗിന്റെ വർക്ക് ഞാൻ പറഞ്ഞില്ലേ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം നമ്മുടെ സീലിംഗിന്റെ വർക്ക് ഓൾമോസ്റ്റ് ഇത്ര ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അടിപൊളി. ഇനി ലൈറ്റൊക്കെ വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു യഥാർത്ഥ ബ്യൂട്ടി അറിയാൻ വേണ്ടി പോകുന്നത്. കണ്ട് ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനത്തെ സ്ട്രിപ്പ് ലൈറ്റും മറ്റേ അല്ലാതെ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. അത് എല്ലാം കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും. റൂമിന്റെ ഹൈറ്റ് കുറഞ്ഞു. കാരണം AC യെക്കാട്ടും നമുക്ക്
ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റ് രീതിക്ക് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പം റൂഫ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് ഹൈറ്റ് കുറയും. ഇനി ഇവിടൊക്കെ ലൈറ്റ് വരാൻ അല്ലെങ്കിൽ വയറത്തേക്കുന്നത് ഇവിടെ എല്ലാം ലൈറ്റ് വരും. ഇത് അതുമല്ല, ഇനി പെയിന്റ് അടിച്ചിട്ട് പുട്ടിയൊക്കെ ഇട്ട് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് നല്ല അടിപൊളിയാക്കും കേട്ടോ. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ റൂം എത്രയും പെട്ടെന്ന് എല്ലാം റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ഗൈസ് പാലാജിന്. അതിന് മുമ്പ് ഇതൊക്കെ റെഡിയാക്കണം കേട്ടോ. ഇവിടത്തിലേ നിനക്ക് ചെടിയുടെ പേരൊക്കെ അറിയോ? എനിക്ക് ഒരു ചെടിയുടെ റോസിന്റെ അറിയാം. റോസ്, ചെമ്പരത്തി, കണിക്കൊന്ന. കണിക്കൊന്ന ഇവിടെ വിളിച്ചോണ്ടാണല്ലോ ദൈവമേ ചെടി ചോദിച്ചു. ആ പൂവൊന്നും മോശമെന്നല്ല കേട്ടോ, എന്നാലും കുറച്ചും കൂടി നൂതനമായിട്ടുള്ള പൂവിന്റെ ബ്രീഡ്. ഏട്ടൻ 2-3 പേര് പറഞ്ഞാണ്. ഓർക്കിഡ്. ഓർക്കിഡ് എനിക്കും അറിയാം. പിന്നെ വേറെ ഒരു പേരുണ്ട്, മണി പ്ലാന്റ്, പിന്നെ സ്നേക്ക് പ്ലാന്റ്. അത് വേണ്ട, അത് വിഷമാണ് ആരോ പറയുന്നത്. സ്നേക്ക് പ്ലാന്റ് വിഷമൊന്നുമല്ല, അതിന്റെ പേരാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ആ പേരും അതിന്റെ ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സ്നേക്ക് പ്ലാന്റ് ഭയങ്കര നല്ലതെന്നാ പറയുന്നത്. പിന്നെ ചെല്ലുമ്പോ അറിയാം നമ്മൾ എവിടെ പോന്നേ. അങ്ങനൊന്നുമില്ല. അതുമല്ല, ഈ വീട്ടിലൊക്കെ കാണുന്ന വീട്ടിലൊക്കെ ചെടിയുണ്ട്, പിഴുതോണ്ട് വരാൻ വേണമെങ്കിൽ. എല്ലാത്തിന്റെ ഓരോ കന്നൊന്നും ചോദിച്ചാൽ മതി. ചേച്ചി 2 റോസാ കമ്പ്. അതെ, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെയുള്ള വീടുകളിൽ ഓരോ കന്ന് വെച്ച് ചോദിച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. എന്നാ വണ്ടി നിർത്തിക്കോ. ഈ ചെടി എന്ന് പറയുന്നത് ഈ കിഡ്നി ചോദിച്ചാൽ ആൾക്കാർ ചിലപ്പോൾ കൊടുക്കും. ഈ ചെടി കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ഇല്ലേ, ചെടിയോട് അത്രയ്ക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓർക്കുന്നു, നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തേ വഴി കൂടെ പോകുമ്പോ ഏതെങ്കിലും ഒരു വീട്ടില് പൂവൊക്കെ നിൽക്കുന്ന പറയും, അവിടുത്തെ അമ്മച്ചി വന്ന് വിളിക്കുന്ന വിളി. അത് നിന്റെ കണ്ണന്തിരിവാണ്. അത് ആരായാലും ചെയ്തോളൂ. കാരണം പൂവെന്ന് പറയുന്ന സാധനം പറിക്കരുത്. നമ്മള് പറയും പൂ മാത്രല്ല, എന്തേലും മാങ്ങ ഞങ്ങള് കല്ലിട്ടെറിയും. കേക്കണം, ചീത്തോളെ അല്ല അടിയും കൊള്ളണം. ഏട്ടൻ കല്ലെറിഞ്ഞിട്ടില്ല മാങ്ങ. മാങ്ങ കല്ലൊക്കെ എറിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, മാങ്ങ കല്ലെറിയാത്ത ആരല്ലേ. നല്ല ഹാർഡ് ഷേപ്പിലല്ലേ, അടിപൊളിയല്ലേ ആ ഒരു വെൽക്കമിങ് തന്നെ. ഇല്ല, കൊള്ളാം അല്ലേ. ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം. ഇനി വിലയൊക്കെ നോക്കട്ടെ. അതുപോലെ വെള്ളം ഒഴിക്കണം. ഇതെല്ലാം ഒന്ന് വാങ്ങിച്ചാലോ? ഇതെല്ലാം വാങ്ങിച്ചാൽ ഇവിടെ തലമുണ്ടൊക്കെ വയ്ക്കോ? സ്ഥലമൊന്നുമില്ല. ഇക്കത്തെ വെയില് കേട്ടാ. അയ്യോ, വൈകിട്ടിറങ്ങിയാ മതിയായിരുന്നു. ഇല്ല, നമുക്ക് വൈകിട്ട് വേറെ പരിപാടിയുണ്ട്. ജോലിക്കാരൊക്കെ വരുന്നെങ്കിലേ നമുക്ക് അവിടെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ ഓരോരോ ജോലിയായിട്ട് തീർത്ത് പോവാം. ഇതൊക്കെ ചെറുത് വെച്ചൊക്കെ ഇതെല്ലാം വലുതാവൂലേ? ഇതൊന്നും വലുതാകത്തൊന്നുമില്ല. ഇതൊരു വള്ളി പോലെ പോവായിരിക്കും. അങ്ങനത്തെ ഇതിന്റെ ചെറുതാണോ ഇത്? അല്ലല്ല, അത് വേറെ. ഇതൊന്നും സത്യം പറഞ്ഞ ആറ്റിന്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എത്രയും വിലയുള്ള ഐറ്റമാണ്. ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോ ആ ഒരു ഭംഗി. ഇന്നെന്താണ് നീ മുഖം മറക്കാത്ത? അമ്പൂട്ടാ അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, പിടിക്കണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്ന കുറച്ച് ചെടികൾ. ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞു. ചെടിക്ക് അങ്ങനെ ട്രെൻഡ് ഒന്നും ഇല്ല ഇല്ലേ ചേട്ടാ? ഉണ്ടാ? അയ്യോ, അതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതേ തല്ലിയത്. നമ്മളെ വീട് കേറി വരുമ്പോഴേ ഔട്ട്ഡോറിൽ വെക്കാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഏതായിരിക്കും? ഏതാ? ഇതാ. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ഭയങ്കര വെയിലും ഒടുക്കത്തെ വിലയും. അയ്യോ, രണ്ടും കൂടി ആയപ്പോ ചൂട് കൂടി. അപ്പം വിലയും കൂടി കേട്ടപ്പോ നല്ല ചൂടായി. ഇല്ലേ മൃദുലേ? പക്ഷെ നമ്മൾ ആ ഒരു ഭാഗത്ത്, ചടയമംഗലം ഭാഗത്ത് ശരിക്കും ഭയങ്കര വിലക്കുറവാട്ടോ. ഇരിക്കുന്ന ടിവിയും സൈഡില് ഒരുപാട് പേര് പ്ലാന്റ് വാങ്ങും. കാരണം ഫ്ലാറ്റിലായിക്കോട്ടെ അല്ലാന്നുണ്ട്. അതിന് ഭയങ്കര റേറ്റ് ആട്ടോ, ഭയങ്കര റേറ്റാ. ചെറിയ ചെടിക്ക് തന്നെ നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇവിടെ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. ഇതാണെങ്കിൽ ഇതാണ്ട് എ സിക്കകത്തൊക്കെയാണ് ഇരിക്കുന്ന ചെടികൾ. സെലക്ട് ചെയ്യുന്നത് സ്വസ്ഥമായിട്ട്. അവിടെ കുഞ്ഞിനെ കൊണ്ട് വെയിൽ കൈസ് ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങനെയുള്ള ഷോപ്പിലേ കയറാൻ പറ്റത്തുള്ളൂ ഗൈസ്. കാരണം കുഞ്ഞിനെ കിടത്തിയേ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. ഞാനാണെങ്കിൽ ഇവിടെ ഒരു ചെടി പ്ലാസ്റ്റിക് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് തൊട്ടതാ, കീറിപ്പോയി ഗൈസ്. അയ്യോ, ചുമ്മാ പെതുക്കെ തൊട്ടതേ ഉള്ളൂ, കീറിപ്പോയി. ഇവിടെ ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ടി വി യൂണിറ്റിൻ്റെ അവിടെ വെക്കാൻ നൈസ് ആയിരിക്കും അല്ലേ? സൂപ്പർ. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഒരു ചെടി മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളുണ്ട്. താഴോട്ട് പൊട്ടിക്കല്ലേ, മുതുക്ക് വല്ല ഓരോന്നിനും. ഞാൻ തന്നെ ഒരു സൂക്ഷിച്ചു കണ്ടൊക്കെ വേണം തൊടാൻ. ഈ ബുദ്ധൻ നൈസ്, ഇഷ്ടപ്പെട്ട സാധനം. ഇത് ഇരിക്കുന്ന ബുദ്ധനാ. ചിലയിടത്തൊക്കെ അല്ല, ചിലയിടത്തൊക്കെ ബുദ്ധൻ പാതി കാണത്തുള്ളൂ. വെള്ളം വരും. ഓ, ലൈറ്റും ഉണ്ട്. വെള്ളം വരുന്ന ബുദ്ധനാണ്. കുളം വേണം.
കുളമാവും. ഇതെല്ലാം വെക്കുമ്പോൾ കുളമാവുക. ആ കുളത്തിൽ കൊണ്ട് വെക്കാം. തമാശക്കാരൻ. എത്രയായിരിക്കും പ്രൈസ്? ഗസ് ചെയ്യും. ഞാൻ എന്നിട്ട് ചോദിക്കാം എത്രയായിരിക്കും ഗസ് ചെയ്യും. വെള്ളവും കൂടെ വരുന്നതായതുകൊണ്ട് വെള്ളത്തിന്റെ വിലയില്ല, ഫ്രീയാ. നീ അതിന്റെ ബുദ്ധന്റെ റേറ്റ് മാത്രം പറഞ്ഞു. 12. പോട്ടെ, ഇപ്പൊ ഒരു ഡിസ്കൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു 10 കിട്ടുമായിരിക്കും. നോ വേ മാൻ. ഞാൻ പറഞ്ഞത് 20. അന്ന് വന്നപ്പോ വില ചോദിച്ചു. ഇല്ല ഞാൻ ചോദിച്ചില്ല. ഞാൻ ഇവിടെ കേറിയില്ല. 16. രണ്ടിന്റെ നടക്ക് ഞാൻ 12 പറഞ്ഞു, 20 പറഞ്ഞു. ഡിസ്കൗണ്ട് ഇല്ല. എത്ര ഡിസ്കൗണ്ട് അതല്ല, അവൾ പടയും കിടക്കാറില്ല. ഏതാ ഇത്? ഇത് എത്ര റേറ്റ് വരുന്നേ? കാരണം അത് വാടക എടുക്കൊന്നും ഇല്ലല്ലോ, അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ. ആദ്യം ഇതെവിടൊക്കെ വെക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യം ഒരു നല്ലൊരു തീരുമാനം വേണം. അതെ, എല്ലാം കൊള്ളാം. വില കേൾക്കുമ്പോ അങ്ങോട്ട് നമ്മൾ മറ്റേ ചേമ്പലയുടെ ഒരു ഫസ്റ്റ് പ്ലാന്റ് സെലക്ട് ചെയ്താണ്ട് ഇതിന്റെ തന്നെ ഒറിജിനൽ. ഇതിന്റെ ഒറിജിനൽ കേട്ടോ. അയ്യോ, ഇത് ഒറിജിനൽ അല്ലേ ഇവിടെ ഇരിക്കുന്നതും? 750. അതെടുത്തോ. ചട്ടിക്കൊക്കെ എന്താ വില? ചട്ടിക്കും ചെടിക്കും ഒരേ വില, സെയിം പിച്ച്. നമ്മള് വിചാരിച്ചില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, അയ്യത്തൊക്കെ നടന്ന് കുറെ ചെടികൾ നോക്കി അതേ നടക്കുമോ. ചില ചെടികളൊക്കെ കാണുമ്പോൾ നമ്മൾ അയ്യത്തുള്ള അതേ ചെടികളാണ് തോന്നും. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന ആ ഒരു ലൈറ്റിലും ആ ഒരു പോട്ടിലൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. പക്ഷെ നമുക്ക് അയ്യത്ത് പോയി പറിക്കാം. നമ്മുടെ ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന അതേ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചെടി ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന സെയിം. ഷോപ്പിങ്ങിന് വന്ന് ഇങ്ങനെ ഇരിക്കുകയല്ലേ. എവിടെ വന്നാലും കുഞ്ഞുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കാം. സുഖമല്ലേ? പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടെ, ഓരോ സൈഡിലായിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഏട്ടന്റെ ആഗ്രഹത്തിന് ചെറിയ ബുദ്ധനെ വലിയ ബുദ്ധൻ വേണമെന്നല്ലായിരുന്നു ആഗ്രഹം. കുഞ്ഞു ബുദ്ധൻ. ബുദ്ധൻ ഓടക്കുഴി പെട്ടെന്ന് നോക്കി ബുദ്ധ ഓടക്കുഴൽ വായിക്കുന്നൊക്കെ തോന്നി. കൊറേ ബുദ്ധനുണ്ട്, വൈറ്റ് ഉണ്ട്. ഇരിക്കുന്ന ബുദ്ധൻ കണ്ടോ? 500-200 ആട്ടോ റേറ്റ്. അത് കൊള്ളാം. ഇത് കൊള്ളാം. ആ റേറ്റിന് ഇത് കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല. ചെടികൾ സെലക്ട് ചെയ്തോ? സ്നേക്ക് പ്ലാന്റ് 2 തരം വാങ്ങിച്ചു. നീയല്ലേ പറഞ്ഞ സ്നേക്ക് പ്ലാന്റ് ഭയങ്കര ടോക്സിക് ആണ്. നമുക്ക് അറിയത്തില്ലായിരുന്നില്ല. ഇവിടെ പറഞ്ഞു നല്ല എയർ പ്യൂരിഫയർ ആണ്, നല്ലതാണ് അതെന്ന് പറഞ്ഞു. സ്നേക്ക് പ്ലാന്റ് അതെ 2 എടുത്തത്. ഒരെണ്ണം താണ്ടേ 2. എനിക്ക് പേരറിയത്തില്ല കേട്ടോ. കള്ളി അങ്ങനെ മൃദുല അത് മതി കേട്ടോ. നമുക്ക് കള്ളിമുൾ മതി, വേറെ പേരൊന്നും വേണ്ട. ഇത് ഒറിജിനല്, ഇത് ആർട്ടിഫിഷ്യല്. പക്ഷെ ഏതാണ് നല്ലത്? പക്ഷേ ഒറിജിനൽ അല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ടേബിൾ ടോപ്പ് ആയിട്ടൊക്കെ വെക്കാൻ നല്ല ഭംഗിയുള്ള ഐറ്റം അല്ലേ? സൂപ്പർ തന്നെ. ഓഫീസ് റൂമിൽ തട്ട് കേട്ടോണ്ട് വന്നതാ ഞാൻ. കറങ്ങുന്ന കസേര ഇരുന്ന് പാല് എടുക്കണം. ഞാൻ എടുക്കണം കുറച്ചു നേരം. ഡോക്ടർ പറയണ 15 മിനിറ്റ് തട്ടി ഗ്യാസ് കളയണമെന്നാണ് പറയണത്. ഇവിടെ മാനേജറാടെ. ഗൈസ്, ഇങ്ങനെ ഒരു ലോഡൊന്നും ഇല്ല. മൃദുല ഫ്രണ്ടി വന്നിട്ടുണ്ട്. ബാക്കിൽ താണ്ടെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ നേരെ നമുക്ക് വീട്ടിൽ പോവാം, സെറ്റ് ചെയ്യാം. ഇല്ല, ചെടിയുടെ ഷോപ്പിംഗ് ഇനിയുണ്ട്. ഇവിടെ ഫുൾ ഇൻഡോർ പ്ലാന്റ് ആണ് കൂടുതൽ. ഔട്ട്ഡോർ വേണം, റോസയൊക്കെ വേണം, എനിക്ക് കളർ പൂക്കളൊക്കെ വേണം. പൂക്കളൊന്നും ഇല്ലാതെ പറ്റത്തില്ല. ശരി, പുഷ്പിക്കണ്ടേ? പൂക്കൾ വേണം. ഓക്കെ, എന്തോ കഴിക്കുന്നേ ഉച്ചക്ക്? എന്തോ ഉള്ളേ? ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. എനിക്ക് ബീഫ് ബിരിയാണി. തണുത്തുള്ള മാത്രം കുടിക്കുന്ന ഞാൻ അമൃതല്ലേ. ചൂടുവെള്ളം സത്യക്ക് തൊണ്ടവേദന എടുക്കുമ്പോഴേ ചൂടുവെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. നല്ല സുഖമാട്ടാ. ലെഗ് പീസ് കാണോ ഇല്ലയോ? ഉറപ്പായിട്ടും കാണും. അത് ഞാൻ എടുക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് കാണത്തില്ല. അത് പറയാം, വൈറ്റ് ഭാഗ്യമുള്ളവർക്ക് ലെഗ് പീസ് കിട്ടുമെന്ന് പറയാം. എനിക്ക് സാധാരണ കിട്ടാറേ ഇല്ല. മൃദുലയ്ക്ക് എപ്പോഴും കിട്ടാറുണ്ട് ലെഗ് പീസ്. ലെഗ് പീസ് ഇല്ല, ഒന്നിലില്ല, എനിക്കറിയില്ല. ചേട്ടാ, ഇതെടുത്തോണ്ട് പോയിട്ട് എനിക്കൊരു ലെഗ് പീസ്. നമുക്ക്
ഞങ്ങൾക്ക് ബീഫ് ബിരിയാണി കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. പപ്പടത്തിന്റെ നടുക്കൂടൊക്കെ കുത്തി പാട്ടെ ഇത് ഡെക്കറേഷൻ. അതാകുമ്പോ പപ്പടം തറയിൽ പോകത്തില്ല. ബുദ്ധിയുണ്ട്. ഫുഡ് സൂപ്പർ, കഴിച്ചിട്ട് വരാം. ഗൈസ്, ഇതെന്തുവാ ഇത്? എങ്ങനുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കുഞ്ഞിനെ ഒന്ന് ഓർക്കാൻ വേണ്ടി പോയതാ, പക്ഷെ ഭയങ്കര കരച്ചിലും നിർബന്ധം എന്താ അറിയത്തില്ല. പാല് കുടിക്കാനാണോ അതാണ്ട്? പാല് വായി വെച്ചോണ്ട് വരികയോ. ഇത് അടിപൊളിയല്ലേ? നമ്മുടെ ചെടി, ഇത്രയും ചെടികളാണ് നമ്മളൊന്ന് വാങ്ങിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വലുതല്ലേ? ഇത് ആർട്ടിഫിഷ്യലാ. അത് ആർട്ടിഫിഷ്യലാ. ഇത് നമ്മൾ എവിടെ വെക്കുന്നത്? ആ മൂലയ്ക്ക്. ആ മൂലയ്ക്ക് വെക്കണോ അതോ ഇവിടെ വെക്കണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഇപ്പൊ. ഇവിടെ വെക്കുമ്പോ ഇത് ഈ ഒരു ചെടി എവിടെ വെക്കണോ നിങ്ങൾ പറയണം കേട്ടോ. അതായത് ഈ വാഷ് ബേസിന്റെ ഇവിടെ വെക്കണോ അതോ ആ കോർണറിൽ വെക്കുന്നതായിരിക്കോ, നമ്മുടെ ഈ സ്റ്റെയർ കയറി പോകുന്ന കോർണറിൽ വെക്കുന്നതായിരിക്കോ നല്ലതെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. ഞാൻ അവിടെ വെക്കുന്ന റോഡാ. ഇവിടെ കൂടി വെച്ച് നോക്കാം ഇല്ലേ, ഏതാണ് ബെറ്റർ എന്ന്. എവിടെ ഹേ ഗായ്സ്, അപ്പം ചെടിയും കാര്യങ്ങളൊക്കെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച അത്രയും ക്വാണ്ടിറ്റിയിൽ ഇന്ന് വാങ്ങാൻ സാധിച്ചില്ല. വൈകിട്ടൂടെ പോകാന്ന് വിചാരിച്ചു, നടന്നില്ല. കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ എങ്ങോട്ടും പോകാൻ സമ്മതിച്ചില്ല. അതെല്ലാം മൃദുലയുടെ അമ്മയും കൂടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിന്ന് പെട്ടുപോയി വീടിനകത്ത്. അതാണ് സത്യം. ഇപ്പൊ തന്നെ ഒരു വട്ടം എഴുന്നേറ്റ് പോയിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ പിന്നെ ഇടയ്ക്ക് അവൻ കരഞ്ഞ് അങ്ങനെ പോയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കുഞ്ഞ് പിന്നെ എന്തിനും കുഞ്ഞിനെ ആക്കി പിന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കണ്ടേ എന്ന്. അതുകൊണ്ടല്ല പറയണം. അതുകൊണ്ടല്ല ഗൈസ്, കുഞ്ഞിനെ നോക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് വേറെ തിരക്കുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ സ്മൂത്തായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകും. പക്ഷേ ഇപ്പൊ നമ്മൾ വീടിന്റെ പാലാച്ചും ഇങ്ങനെ വീടിന്റെ കാര്യത്തിൽ ഓട്ടവും കൂടി ആയതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. കുറച്ച് ദിവസം കൂടെ ഉള്ളു പാലാച്ചിട്ടും ഒരുപാട് വർക്കുകൾ ഇനി ഒരുപാട് തീർക്കാനുണ്ട്. അതിന്റെ ഓട്ടത്തിലിടയിൽ അതിന്റെ ടെൻഷൻ വേറെ. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം അടുത്ത റൗണ്ട് കരഞ്ഞു. അപ്പൊ ഓടി എടുത്തോണ്ട് വന്നതാണ്. ഓ ഇല്ലടാ പൊന്ന അമ്പൂട്ടോ അറ്റന്റെ അമ്പൂട്ടോ. ഈ ഒരു വീഡിയോ തന്നെ എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2.5 മണിക്കൂറായി. സത്യം പറയാല്ലേ, ഒരു 3-4 വട്ടം നമ്മൾ പോയി വന്ന് ഇപ്പോഴും അവൻ കയ്യിരുന്ന് കരഞ്ഞ് പിന്നെ അവനെ റൂമിൽ കൊണ്ടാക്കി കിടത്തി ഉറക്കി പിന്നെ വന്നിരിക്കുക കേട്ടോ. അപ്പം ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിന്റെ കാര്യം കുഞ്ഞിന്റെ കാര്യം നമുക്ക് രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ പെടാപ്പാട് വിടുന്നുണ്ട്. ഈ എങ്ങനെയും സത്യം പറഞ്ഞ പാലാച്ചെന്ന് കഴിഞ്ഞ് ഒന്ന് കയറിയാൽ മതി ഇപ്പൊ കേട്ടോ. ഇപ്പൊ അതാണ് മനസ്സിന്റെ ഒരു ഏറ്റവും വലിയ സംഭവം. പാലാച്ച് കഴിയുക, കുഞ്ഞിന്റെ നമ്മൾ 3 പേരെ കാര്യം നോക്കുക, മുമ്പോട്ട് പോവുക. എനിക്കാണെങ്കിൽ എൻ്റെ ഹെൽത്ത് കംപ്ലീറ്റ്ലി 2 ദിവസം കൊണ്ട് പോയി. ഞാൻ ഇത്രയും ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് ചെയ്തു. പക്ഷെ എനിക്കും കൂടി വയ്യാതായപ്പം കംപ്ലീറ്റ്ലി എനിക്ക് പനിയായി, ബോഡി പെയിൻ ആയി, പിന്നെ സംസാരിക്കുന്ന ബുദ്ധിമുട്ടായി, ചുമ. അപ്പൊ അങ്ങനെ അങ്ങ് ആയി. സത്യം നമുക്ക് ഇപ്പം നമ്മൾ നിന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും വന്നിരുന്ന് ശോകം പറയണേ, നമ്മുടെ സെന്റിമെന്റ്സ് പറയണേ. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ഇപ്പൊ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ഇപ്പൊ ഒരുപാട് സന്തോഷിച്ചാൽ പറയും കണ്ടോ അവൻ ഒരുപാട് അഹങ്കാരം സന്തോഷിക്കുന്നവൻ. ഇനി സങ്കടപ്പെട്ട് സംസാരിച്ച് പറയുമ്പോണ്ടാവാം സെന്റിമെന്റ്സിന് നാട്ടുകാരെ പറ്റിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണോ, എന്ത് പറയണോ, എന്ത് നിങ്ങളുടെ അടുത്ത് പറയണോന്ന് പോലും സത്യം പറഞ്ഞാൽ പേടിയാ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലേ. ഒരുപാട് പേരെടുത്ത് നന്ദി പറയാനുണ്ട് സുഹൃത്തുക്കളെ. വേറൊന്നുമല്ല, നമ്മളെ വിജയ് സേതുപതി ഒരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനൊരു ആപത്ത് വരുമ്പോൾ മേലുനിന്ന് ദൈവം ഒന്നും വരത്തൊന്നുമില്ല, മനുഷ്യരെ കാണത്തോളൂ കൈ പിടിച്ചു ഉയർത്താൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ദൈവം ഒന്നും വരത്തില്ലെന്ന്. സത്യമാണ്. എൻ്റെ ജീവിതത്തിലും നമുക്ക് അത്രയ്ക്കൊരു ഡൗൺ സൈഡ് ഉള്ളപ്പം നമുക്ക് തളർന്ന കൈ പിടിച്ചു കയറ്റാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പാലുകാച്ചിന് മുമ്പ്, ഇപ്പം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ പാലുകാച്ചിന്. അപ്പം ഈ ഒരു പാലുകാച്ചിന് മുമ്പ് ഞാൻ അവരെയൊക്കെ കാര്യങ്ങൾ വന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ മനസ്സിലൊരു ഫുൾഫില്ലില്ല എന്തോ പോലെ. അപ്പം അത് ആദ്യം തൊട്ട് മൃദുലയുടെ ഡെലിവറി തൊട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഹോസ്പിറ്റലായിക്കോട്ടെ, മീൻസ് പ്രസവരക്ഷയ്ക്ക് പോയപ്പോഴായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആരുടെയും പേരെടുത്ത് പറയണില്ല, ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അമ്മ ഇപ്പം പോയത്, അമ്മയ്ക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇത്രയും ദിവസം നമ്മുടെ ഡെലിവറി തൊട്ട് ഇത്രയും ദിവസം വയ്യാഞ്ഞിട്ട് ആ പാവം കിടന്ന് പെടാപ്പാട് പെട്ടത് എൻ്റെ കണ്ണിലറിയാം. അല്ലെങ്കിൽ അതൊന്നും ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ പോലും നമ്മൾ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോയിൽ പോലും അതൊന്നും കണ്ടിട്ടില്ല. അപ്പം
അത് എത്രത്തോളം മൃദുലയുടെ അമ്മ കിടന്ന് പാടുപെട്ടെന്നുള്ളത് എൻ്റെ കണ്ണിൽ മാത്രമേ അറിയൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മൃദുലയുടെ അമ്മയ്ക്ക് അറിയാലോ ഒരു സൈഡ് സ്ട്രോക്ക് വന്നതാണ്. അപ്പം ഒരു കൈക്കും അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ അത്രയ്ക്കും മറ്റേ കൈയുടെ അത്ര ആരോഗ്യമൊന്നുമില്ല. എന്നിട്ട് പോലും ആ ഹോസ്പിറ്റലിൽ കിടന്ന് ഓടിയതും, കാരണം പുരുഷന്മാരകത്ത് അലൗഡല്ല, മൃദുലയുടെ കാര്യം നോക്കിയതും കുഞ്ഞിൻ്റെ കാര്യം നോക്കിയതും എല്ലാം കൂടെ നിന്നത് മൃദുലയുടെ അമ്മയാണ്. എനിക്ക് അതിൽ നിന്ന് എങ്ങനെയൊക്കെ അതൊന്നും എനിക്ക് അറിയത്തില്ല. അതൊന്നും നന്ദിയുടെ അല്ല, ഒരു മോളെന്നുള്ള രീതിയിൽ ഒരു അമ്മയുടെ കടമ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും വയ്യാഞ്ഞിട്ട് ഒറ്റയ്ക്ക് കിടന്ന് പാടുപെട്ടുന്ന കാണുമ്പോൾ എനിക്കും പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. എന്നിട്ട് ഞാനും പറഞ്ഞ് പോയി റെസ്റ്റ് എടുക്ക്, വീട്ടിൽ പോയി നിൽക്കുക. ഇപ്പം വീട്ടിൽ പോയിരിക്കുകയാണ്. അത് വീട്ടിൽ പോയതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്നു, ശ്വാസമുട്ടൽ കൂടി പേടിച്ചു പോയി. ഞാനൊരു എന്താ പറയുന്ന ഒരു അരമണിക്കൂർ അതേപോലെ ടെൻഷനായി പോയി. ഇതിനു മുന്നേ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് ശ്വാസമുട്ടൽ വരുന്നതും അലർജിയൊക്കെ ഉള്ളതാ. കൊല്ലത്തെ റോഡ് എൻ്റെ പൊന്നു കേസ്, അതിന് എന്നാണ് റെഡിയാക്കുന്നത്? ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിച്ചത് ഞാൻ ഇപ്പം പറയാം. ഞാൻ അവിടെ നിന്ന് നമ്മുടെ കൊല്ലത്തുനിന്ന് നേരെ ട്രിവാൻഡ്രം വരുന്ന റോഡാണ്. നിങ്ങൾക്ക് അറിയാം റോഡിന്റെ എത്രത്തോളം അവസ്ഥയാണ്. ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ റോഡിൽ കൂടെ ഒരു ആംബുലൻസ് പോകുന്നത്? ഒരു യൂ ടേൺ എടുക്കാൻ നമ്മൾ എത്ര കിലോമീറ്റർ പോയി? നമ്മൾ ഈ സൈഡിൽ നിന്നിപ്പോൾ ഹോസ്പിറ്റൽ കണ്ട്, പക്ഷെ ആ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവിടെ റോഡിന്റെ വർക്ക് കിടക്കുന്നുണ്ട്. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കറങ്ങി ചുറ്റിക്കറങ്ങി, സത്യം പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ഓടാൻ നമ്മൾ ഒരു അരമണിക്കൂർ ആ ഒരു റോഡിൽ കിടന്നെന്നുള്ളതാണ്. അത് നല്ല റോഡാണെങ്കിലും കുഴപ്പമില്ല, ഫുള്ള് കട്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കാഷ്വാലിറ്റി കയറ്റി, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ചു നേരം ഓക്സിജനോ എന്തൊക്കെ കൊടുത്തപ്പോൾ നെബുലൈസേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി. അപ്പം പറ്റില്ല. ഞാൻ തന്നെ എനിക്ക് കുഞ്ഞിനെ എടുക്കാനോ കുഞ്ഞിനെ തട്ടാനോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു ആദ്യം കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ പറയല്ലേ, ഇപ്പം നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നപ്പം നമുക്ക് ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും കിട്ടി. ഇവിടെ എല്ലാം സ്വന്തം വീട് പോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മളെ കൂടെ വന്ന് ഇന്ന് ചെയ്തു തരുന്നത്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ പറയുന്നേ, സഹായിക്കാൻ ആരല്ലേ, അതൊക്കെ ഒരു നിമിത്തമല്ലേ. നമ്മളെ സഹായിക്കാൻ വേറെ ആരെങ്കിലും കൊണ്ടല്ലോ. കാര്യം കൂടി പറയല്ലോ, ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ മീൻസ് എന്തെങ്കിലും നമുക്ക്, ഞാൻ പറഞ്ഞില്ല നമുക്കൊരു കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാൻ തന്നെ പേടിയാണെന്ന് പറഞ്ഞല്ലോ. അത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ അവിടെയും പോയി കമന്റ് ചീത്ത വിളിക്കും, ഇവിടെയും വന്ന് കമന്റിൽ ചീത്ത വിളിക്കും ചില ആൾക്കാരാട്ടോ. എന്ത് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ അവിടെ പോയി പറഞ്ഞാലും നമുക്ക് വേദനിക്കും, ഇവിടെ വന്ന് പറഞ്ഞാലും നമുക്ക് വേദനിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കിടന്ന് ഈ ചീത്ത വിളിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കമന്റ്സിൽ ഓരോരുത്തർ പറയുന്നത് നിർത്തുക. അപ്പൊ ഗൈസ്, ലൈഫാണ്. നമ്മുടെ ലൈഫിൽ ഡൗണും അപ്പും എല്ലാം ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്ത് പോവുക. സ്റ്റക്കായി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കത്തേ ഉള്ളൂ. ബാക്കിൽ നിന്ന് പോടാന്ന് പുഷ് ചെയ്യാനൊന്നും വേറെ ആരും കാണത്തില്ല. ഞാൻ വലിയ മോട്ടിവേഷൻ ഭയങ്കര നന്മമരമൊന്നും ആവുമല്ല. അവനവൻ്റെ ജീവിതത്തിൽ അവനവന് ഓരോന്ന് വരുമ്പോൾ മാത്രമേ അവനവൻ പഠിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക സുഹൃത്തുക്കളെ, ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അത് ആരും ആയിക്കോട്ടെ, നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്തിരുത്. നമ്മളെ ഗോള്, നമ്മളെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക. പോയില്ല എന്നുണ്ടെങ്കിൽ ഗോവിന്ദ അവിടെ കിടക്കും. അതുകൊണ്ട് ജസ്റ്റ് മൂവ് ഓൺ. നമ്മളെ ലൈഫ് മുമ്പോട്ട് കിടപ്പുണ്ട്. ദൈവം നമുക്ക് ആയുസ് തന്നിട്ടുണ്ട്. അത് ജീവിച്ച് സന്തോഷമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുസാണ് അത്. ആ ഒരു വിഷം വെച്ച് മാത്രം മുമ്പോട്ട് പോവുക. അപ്പം നമ്മളെ ജീവിതം നോക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ബ്ലെസ്സിങ്സും നിങ്ങളെ പ്രാർത്ഥനയും എല്ലാം നമ്മളെ കൂടെ വേണം. ആൻഡ് ലവ് യു ഗൈസ്. കീപ് സപ്പോർട്ട് ആൻഡ് ലവ് യു.